ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡീഗ്രേഡേഴ്സ് കരഞ്ഞു മെഴുകുകയാണ്. ബസൂക്ക സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുയരുന്നു. മമ്മൂട്ടിയുടെ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ബോക്സ് ഓഫീസിൽ സ്ഥിരമായി വിജയിക്കുന്ന ഒരേ ഒരു സൂപ്പർ താരം എന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് വിശേഷിപ്പിക്കാനുമുള്ളത്. അവസാനമായി ഇറങ്ങിയ ഓരോ സിനിമയും ഓരോ രീതിയിൽ വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങളായി വന്നു. ഇന്ന് ബസൂക്ക ഇറങ്ങുമ്പോൾ 4 ദിനങ്ങൾ പിന്നിടുമ്പോൾ അത് തന്നെയാണ്, കനത്ത ഡീഗ്രേഡിങ് തന്നെയാണ്. ഡീഗ്രേഡോടി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരഞ്ഞ് മെഴുകി നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുന്നത്, ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാകുന്നു ഈ ഒരു സിനിമ. അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമയെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ആ ഡീഗ്രേഡ് ചെയ്യാനുള്ളവന്മാർക്ക് വേറെ ഒരു രക്ഷയുമില്ല. അവരുടെ ഉദ്ദേശം പലപ്പോഴായി മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ സൂപ്പർ താര ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഡീഗ്രേഡേഴ്സ് കരയാറുണ്ട്. അതൊന്നും ഏശാറില്ല എന്നുള്ളത്, പടം നല്ലതാണെങ്കിൽ ഓടുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കനത്ത ഡീഗ്രേഡിങ്ങിനിടയിലും സിനിമ കുതിച്ചുയരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ ദിനം സിനിമ വേൾഡ് വൈഡായിട്ട് 7 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ പിന്നീടുള്ള 2 ദിവസങ്ങൾ കൊണ്ട് 10 കോടിക്കടുത്താണ് നേടിയത്. മൊത്തം 15 കോടിക്ക് മുകളിൽ എന്നുള്ള ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരുന്ന കളക്ഷനാണ് 3 ദിവസം കൊണ്ട് കിട്ടിയെങ്കിൽ ഒറിജിനലായിട്ടുള്ള കളക്ഷൻ 17 കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഈ ഒരു ഞായറാഴ്ച മികച്ച രീതിയിൽ തന്നെ സിനിമ ബുക്കിങ്ങുമായി പോകുന്നു. കൊച്ചിയിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ലെവലിൽ തന്നെയാണ്. എവിടെ നോക്കിയാലും ഓറഞ്ച് അലേർട്ട് തന്നെയാണ്. പലപ്പോഴായി ഡീഗ്രേഡർ ഇടുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡർ കുഞ്ഞുങ്ങൾ ഇടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അവർക്ക് ഇതൊരു ഹരമാണ്, വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുക. പിന്നെ മമ്മൂട്ടി ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ട കാര്യങ്ങളുണ്ട്. അവർ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ മടിയുള്ളവരാണ് എന്നുള്ളതാണ്. മിക്കപ്പോഴും നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. ഇത്ര പോസിറ്റീവായിട്ട് വന്നിരുന്ന സിനിമയ്ക്ക് ഒരുപക്ഷെ ഇപ്പോൾ 50 കോടിക്ക് മുകളിൽ കയറാവുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ ആ ഒരു സപ്പോർട്ട് അധികം കാണുന്നില്ല. ഒരുപക്ഷെ എന്താണ് എന്നുള്ളത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അറിയില്ല. എന്തായാലും ഇവിടെ സാധാരണ ജനങ്ങൾ ഈ ഒരു സിനിമ ഏറ്റെടുക്കുമ്പോൾ അത് വലിയ രീതിയിലൊരു സംഭവമാണ്. സ്റ്റൈലിഷ് മമ്മൂട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതലായി പറയുന്നത്. പലപ്പോഴും പല നടന്മാരും സ്റ്റൈലിഷ് ആണെന്ന് വിചാരിച്ച് കുറച്ച് മുഖത്ത് മേക്കപ്പും ഇട്ട് ഏതെങ്കിലും ചാക്ക് പോലത്തെ ഡ്രസ്സും ഇട്ട് വരുമ്പോൾ ആളുകൾ അല്ലെങ്കിൽ ആരാധകർ കൈയടിക്കും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യേ എന്ന് അവർ തന്നെ പറയുന്ന സിനിമകളായി മാറുന്നു. ഇവിടെ മമ്മൂട്ടിക്കുള്ള ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ്. അദ്ദേഹം ഏത് സിനിമ ചെയ്താലും അതിൽ ഒരു രക്ഷയുമില്ലാത്ത ലുക്ക് തന്നെയാണ്. അതുമാത്രമല്ല, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് മമ്മൂട്ടിയോടൊപ്പം പിടിച്ചു നിൽക്കാനും ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂത്ത് വിങ്ങിലാണേലും സീനിയർ വിങ്ങിലാണേലും ആളില്ലാതായി പോയി. അങ്ങനെ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ 90കളിൽ അതിന് അദ്ദേഹത്തിന് ഒരു കടുത്ത എതിരാളികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ. ഈ ഒരു സിനിമയിലും മമ്മൂട്ടി തൻ്റെ പ്രകടനം കൊണ്ട് വേറിട്ട് തന്നെ നിൽക്കുന്നു. അതെ, സ്വന്തമായി അല്ലെങ്കിൽ താൻ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തനിക്ക് അഭിനയിക്കാനുള്ളതുണ്ടാകണം എന്നുള്ള നിർബന്ധം അത് തന്നെയാണ് കോവിഡിന് ശേഷമുള്ള മമ്മൂട്ടി സിനിമയിൽ കാണുന്നത്. അതിനു മുമ്പ് വരെ നമുക്ക് പല നടന്മാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് മമ്മൂട്ടിയുമായി കമ്പയർ ചെയ്യാൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു നടനും ഇല്ല എന്നുള്ള. കാരണം സീനിയർ താരങ്ങളിൽ പ്രത്യേകിച്ച് മമ്മൂട്ടി ചെയ്യുന്ന വേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ അതേപോലെ ചെയ്യാൻ ആരുമില്ല. എന്തായാലും ബസൂക്കയും ഇവിടെ വിജയമാകുന്നു. തുടർച്ചയായി മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ വിജയമാകുന്നു. ഡീഗ്രേഡോളി കുഞ്ഞുങ്ങൾ കരഞ്ഞു മെഴുകുന്നു. അവർക്ക് കരച്ചിൽ മാത്രം മിച്ചമായി നിൽക്കുന്നു. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത് നടക്കുന്നില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ മണ്ടന്മാർ പറയുന്നത് കേൾക്കുക തന്നെയാണ് മിക്കപ്പോഴും മമ്മൂട്ടി ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു അബദ്ധമായി നമ്മൾ കാണുന്നത്. ആരെങ്കിലും പറഞ്ഞു കളക്ഷൻ കുറവാണെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിച്ച് പോകുന്നു. സ്വാഭാവികമായും നമുക്ക് കാണുന്ന എല്ലാ മമ്മൂട്ടി ഫാൻസല്ല, ചില മണ്ടന്മാരായ മമ്മൂട്ടി ഫാൻസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് കാണാനും കഴിയാറുണ്ട്. എന്താണേലും ഇവിടെ ആരാധകർക്ക്, പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്ക് ഇതൊരു വിരുന്ന് തന്നെയായിരുന്നു ഈ ഒരു സിനിമ. അത്രത്തോളം ഗംഭീരമായിട്ട് കൊടൂരമായിട്ടുള്ള മാസ് ആക്ഷൻ രംഗങ്ങളും ഒപ്പം സ്റ്റൈലിഷ് രംഗങ്ങളുമായി മമ്മൂട്ടി അഴിഞ്ഞാടിയപ്പോൾ ബോക്സ് ഓഫീസിന് തീപിടിക്കുക തന്നെയാണ് ചെയ്തത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.